ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഋഷിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നന്ദനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ചന്ദ്രോത്തെത്തുന്ന ജഡ്ജി ഹരിക്കാണെങ്കിൽ നന്ദൻ്റെ ആ മൊഴിയിൽ നിന്നും പല കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുമാത്രമല്ല, പ്രഭാവതിയും എന്തോ ചില കാര്യങ്ങൾ ശ്രമിക്കുന്നതായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ജഡ്ജി ഹരിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് രാവിലെ യാത്ര പറയാനായിട്ട് റൂമിലേക്ക് വരുന്ന ദേവികയോട് മാധവൻ തൻ്റെ ഒരു വലിയ ആഗ്രഹം തുറന്നു പറയുന്നു. അതായത് തനിക്ക് നന്ദനെ നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. അന്ന് നന്ദനെ കാണാൻ പോയപ്പോഴാണ് അപകടം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല. ഒരച്ഛൻ്റെ വേവലാതി കൊണ്ടാണ് ഇതെന്ന് മാധവൻ വ്യക്തമാക്കുന്നു. നന്ദൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും പെരുമാറ്റവും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് താങ്ങാൻ കഴിയില്ല എന്ന് ദേവിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തൽക്കാലം മാധവനെ നയത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ദേവിക അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ദേവിക പോയതിനു ശേഷം രാധിക മാധവനോട് തൻ്റെ സംശയം ചോദിക്കുന്നുണ്ട്. ചന്ദ്രോത്ത് വീട്ടിലെയും നന്ദൻ്റെയും കാര്യത്തിൽ എന്തൊക്കെയോ ഒളിച്ചുകളികളുണ്ട്. ദേവി മോളും ശാരികയും എപ്പോഴും മുറ്റത്ത് നിന്ന് രഹസ്യം പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കാനാണ് എന്ന് രാധിക ഉറപ്പിച്ചു പറയുന്നു. പിന്നീട് റിട്ടയർഡ് ജഡ്ജിയായ ഹരിയങ്കിൾ പ്രഭാവതിയെ ചോദ്യം ചെയ്യുന്നതോടെ കഥ പുതിയൊരു തലത്തിലേക്ക് തന്നെയാണ് മാറുന്നത്. നന്ദൻ പറയുന്നത് പൂർണ്ണമായിട്ടും സത്യമല്ലെന്നും എന്തോ ഒരു വലിയ രഹസ്യം നന്ദനും പ്രഭാവതിയും ഒളിക്കുന്നുണ്ടെങ്കിലും ജഡ്ജി ഹരി മനസ്സിലാക്കുന്നു. ഒരേയൊരു മകനെ കാണാതായിട്ടും അരുന്ധതി ഇപ്പോൾ പരാതിയുമായിട്ട് പോകാത്തതിലെ ദുരൂഹതയും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. സിദ്ധാർത്ഥനും ദേവികയും കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് ഹരിയങ്കിളിനെ ആയതിനാൽ അദ്ദേഹം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇതോടെ ബെല്ലയും കെവിനും വലിയൊരു കെണിയിലാണ് തങ്ങൾ വീണിരിക്കുന്നത് എന്ന് ഭയപ്പെടാനും തുടങ്ങുന്നുണ്ട്. അങ്ങനെ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്ന CP ആണെങ്കിൽ ഗൗണ ഇറങ്ങി പോകുന്ന ഒരാളെ കണ്ട് കള്ളനാണെന്ന് കരുതി നാട്ടുകാരെയും പോലീസിനെയൊക്കെ വിളിക്കാൻ ഒരുങ്ങുന്നു. പോലീസ് വന്നാൽ തൻ്റെ കള്ളത്തനം പുറത്താകുമെന്ന് മനസ്സിലാക്കിയെന്ന് ഋഷി ഒടുവിൽ CPയുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. ഋഷിയെ ജീവനോടെ കണ്ട് CP അന്തം വിട്ട് നിൽക്കുകയാണ്. കേസ് പിൻവലിക്കാൻ CP നിർബന്ധിക്കുമ്പോൾ താൻ ജീവനോടെയുള്ള കാര്യം തൽക്കാലം ആരോടും പറയരുതെന്ന് ഋഷി ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ഋഷി തനിക്കുണ്ടായ സംഭവങ്ങൾ ഓരോന്നായിട്ട് CPയോട് തുറന്നു പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഋഷി കാണിച്ചത് വലിയ മണ്ടത്തരമാണെന്ന് തന്നെ പറയുന്നുണ്ട് CP. ചന്ദ്രോത്ത് കുടുംബത്തിൻ്റെ ഇന്നത്തെ സ്വാധീനവും അധികാരവും ചെറുതല്ലെന്നും അവരെ പറ്റിക്കുകയാണെന്നറിഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കുമെന്നും CP അരുന്ധതിയോടും ഋഷിയോടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ചന്ദ്രോത്തുകാരോട് അടങ്ങാത്ത പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഋഷിയാണെങ്കിൽ ഇനി CP എങ്ങാനും താൻ കണ്ട കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയുമോ, അവരെ അറിയിക്കുമോ എന്ന് പേടിച്ച് CPയെ അവിടെ വെച്ച് അപായപ്പെടുത്താനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതേസമയം താൻ ചെയ്ത തെറ്റിന് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാമെന്ന് നന്ദൻ സിദ്ധാർത്ഥനോട് പറയുന്നു. എന്നാൽ ഹരിയേട്ടൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ അന്തിമ തീരുമാനം വരെ ധൃതിപ്പെട്ട് ഒന്നും ചെയ്യേണ്ട എന്ന് സിദ്ധാർത്ഥൻ നന്ദനെ ഉപദേശിക്കുന്നുണ്ട്. പ്രഭാവതിയും ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഏക മകൻ ഒരു കൊലപാതകിയായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നോർത്ത് അതീവ ദുഃഖത്തിലും ഭയത്തിലുമൊക്കെയാണ് പ്രഭാവതി. അങ്ങനെ റിട്ടയർഡ് ജഡ്ജി ഹരിയാണെങ്കിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നന്ദൻ്റെ മൊഴികൾ നന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട്. ഇഴകീറി പരിശോധിക്കാൻ തുടങ്ങുകയാണ് അദ്ദേഹം. അപ്പോൾ നന്ദൻ പറഞ്ഞ കാര്യങ്ങളിലും ഒരു പൊരുത്തക്കേട് നിലനിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഏക മകനായ ഋഷിയെ കാണാതായിട്ടും ഇതുവരെ അരുന്ധതി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോലും കൊടുക്കാത്തത് വലിയ വിചിത്രമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അരുന്ധതിയെ കണ്ട് സംസാരിക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാവൂ. അരുന്ധതിയുടെ കൂടി മൊഴിയെടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ അരുന്ധതിയെ കാണാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനത്തിലെത്തൂ എന്നും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവൂ എന്നും അദ്ദേഹം തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്